അങ്ങനെ ഒരു പരലോകമൊന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മഹാനന്ദ എത്തിപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. കള്ള് കുടിച്ചാൽ എന്താ, പെണ്ണ് പിടിച്ചാൽ എന്താ, ഏത് ആഭാസ തലങ്ങളിലേക്ക് പോയാൽ എന്താ, ഇത് നമ്മുടെ ജീവിതമല്ലേ, അടിച്ചു പൊളിക്കണപ്പെടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിന്റെ ആഭാസ തലങ്ങളിലേക്ക് ആഴി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചെറുപ്പക്കാരെ മാത്രം നിർത്താൻ കഴിയില്ല. പ്രായഭേദമന്യേ എല്ലാവരും, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ വലിയൊരു വിഭാഗം, മറ്റുള്ളവർ പോവുകയോ പോകാതിരിക്കുകയോ അത് നമ്മുടെ വിഷയമല്ല. മുസ്ലിം ഉമ്മത്തിന്റെ വലിയൊരു വിഭാഗം ആളുകൾ പോലും ആഖിറത്തിനെ നിഷേധിക്കുന്ന ആളുകളായി മാറിപ്പോയിരിക്കുകയാണ്. ആഖിറത്തിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുകയാണ്. എന്തുകൊണ്ട് കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നു? ഇനി ഒരു ജീവിതമില്ല എന്നൊരു ചിന്ത അവരുടെ മനോമണ്ഡലത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് എങ്ങനെ വേണമെങ്കിൽ എനിക്ക് ജീവിക്കാം എന്നൊരു ചിന്താധാരയിലേക്ക് അവർ എത്തപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 2025 നിന്നുകൊണ്ട് പരലോകത്തെ വിമർശിക്കുന്നതായ ആളുകളെയും ആ പരലോകത്തെ വിമർശിക്കുന്നതായ ആളുകളുടെ മറുപടിയും 1500 നൂറ്റാണ്ടുകൾക്ക് 1500 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകർ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ, ഇന്ന് പരലോകത്തെ വിമർശിക്കുന്നവരുണ്ടല്ലോ, അവരെ കുറിച്ച് ഖുർആൻ അന്നേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഖാലൂ ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ വമാ നഹ്നു ബിമബ്ഊസീൻ. ഒരു വിഭാഗം ആളുകളുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകനോട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഓ പ്രവാചകരെ, വഖാലൂ, അവർ പറയും, നബിയേ, ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, ഈ ദുനിയാവിലെ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് നബിയേ. വമാ നഹ്നു ബിമബ്ഊസീൻ, ഇനി നമ്മളെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയില്ല, ഈ ദുനിയാവോടുകൂടി ജീവിതം തീരുകയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇന്ന് നടക്കുന്ന ഈ സംഗതികളെ കുറിച്ച് കാലേ കൂട്ടി മുന്നറിയിപ്പ് നൽകുകയാണ്. ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്, ഇനി ഒരു ജീവിതമില്ല, അടിച്ചു തകർക്കുക, സുഖിച്ച് രസിക്കുക, എങ്ങനെയും ജീവിക്കുക എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഈ ലോകത്തിൽ കടന്നു വരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ജീവിതത്തിലേക്ക് അവർ കടന്നു ചെല്ലേണ്ടി വരും. എത്രയെല്ലാം ഇല്ല എന്നവരുടെ അധരങ്ങൾ കൊണ്ട് ആവർത്തിച്ച് പറയപ്പെട്ടാലും യാഥാർത്ഥ്യ ബോധ്യത്തിലേക്ക് എത്തപ്പെടുന്നതായ ഒരു ദിവസം കടന്നു വരാനുണ്ട്. വിശുദ്ധമായ ഖുർആൻ നബികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വലൗ തറാ ഇദ് വഖഫൂ അലാ റബ്ബിഹിം. ഈ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചതായ ആളുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് കടന്നു വരും നബിയേ. വലൗ തറാ ഇദ് വഖഫൂ അലാ റബ്ബിഹിം, അതാ ജഗന്നിയന്താവായ റബ്ബ് തആലയുടെ മുമ്പിൽ അവരെ നിർത്തും നബിയേ, അങ്ങത് കാണും നബിയേ. ആ സമയത്ത് റബ്ബ് തആല അവരോട് ചോദിക്കുകയാണ്, ഖാല അലൈസ ഹാദാ ബിൽ ഹഖ്. നിങ്ങൾ ആ ദുനിയാവിലെ ജീവിതത്തിൽ ഈ പരലോകത്തെ നിഷേധിച്ചവരാണല്ലോ, ഈ സമയത്ത് നിങ്ങൾ എന്ത് പറയുന്നു? പരലോകം എന്നത് ഒരു മിഥ്യ മാത്രമാണോ? അലൈസ ഹാദാ ബിൽ ഹഖ്, ഇത് യാഥാർത്ഥ്യമാണെന്ന് ഇപ്പൊ ബോധ്യമായോ? അവര് പറയും, ഖാലൂ ബലാ വറബ്ബിനാ, അതേ റബ്ബേ, ഞങ്ങൾക്ക് മനസ്സിലായി എന്ന്. ഈ ദുനിയാവിൽ വെച്ച് പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ ആഖിറത്തിൽ വെച്ച് പറയപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അവരെ വെറുതെ വിടൂല്ല. ഫദൂഖുൽ അദാബ ബിമാ കുൻതും തഗ്ഫുറൂൻ. അവരെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറയുകയാണ്, ഫദൂഖു, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, അൽ അദാബ, ശിക്ഷകളെ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, ബിമാ കുൻതും തഗ്ഫുറൂൻ, നിങ്ങൾ അവിശ്വാസികളായി കഴിഞ്ഞിരുന്നവരാണല്ലോ, ആ വിശ്വാസത്തിന്റെ പകരമായിട്ടുള്ളതായ ആ ശിക്ഷകളുടെ രുചി നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുകയുണ്ട്. അല്ലാഹു അവരെ